ഫ്രണ്ട്സ്, അപ്പം ഇവമോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി നാഷണൽ ഡേ. December 2 ആണല്ലോ നാഷണൽ ഡേ. അപ്പം അതിൻ്റെ മുന്നേ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പം ഇതിപ്പം ഇവമോളുടെ സ്കൂള് നാഷണൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഫ്രൈഡേ. അന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം അവൾക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള. അപ്പം അതൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇവമോളെ നമ്മളൊരു അറബിക് ഗേളാക്കാൻ പോവുകയാണ് ഗൈസ്. പറ, നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നലെ ഷോപ്പിലൊക്കെ പോയി ഇവമോൾക്ക് വേണ്ട നാഷണൽ ഡേൻ്റെ ഡ്രസ്സ്, അവളൊരു ഡാൻസിനുണ്ട് കേട്ടോ, ഒരു അറബിക് ഡാൻസിനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ. പിന്നെ തലയിൽ വെക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സമയം 6:50 ആയിട്ടാണ്, അല്ല 6:30 ആയിട്ടാണല്ലോ. 6:50 ബസ് വരും. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നവൾ ഉറക്കത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കരച്ചിലൊന്നുമില്ല. കാരണം അവൾക്ക് ഇന്ന് മേക്കപ്പ് ചെയ്യേണ്ടതും സ്കൂളിൽ ഡാൻസ് ഉള്ളത് കൊണ്ടൊക്കെ അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയോ വോയിസിൽ അവൾ പറയുന്നുണ്ട്, അതൊന്നും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ തലയിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് അത് വെച്ചാൽ. ആണോ? ഉമ്മക്ക് മാലയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. പക്ഷേ മാല എനിക്കൊരു ഓവറായിട്ടുള്ള പോലെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും എല്ലാം കൂടെ വന്നപ്പോൾ ചുന്ദരി കുട്ടിയായിട്ടുണ്ട് അല്ലേ മോളെ? അപ്പം ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിടക്ക് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അതിൽ ആ സമയത്ത് അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പപ്പയുടെ വക ഫുഡും അമ്മയുടെ വക മേക്കപ്പും ഒക്കെയാണ് കേട്ടോ. കാരണം രാവിലെ ഒന്നും പറയണ്ട, രാവിലത്തെ തിരക്ക് ഭയങ്കരമാണ്. കാരണം ഇത്രയും നേരത്തെ ആയതുകൊണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 9 o'clock അല്ലേ സ്കൂളിൽ പോകും, അല്ലേ 8:30 9 o'clock. ഇത് രാവിലെ 6:30 ഒക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഫുൾ ബിസിയാണ്. അപ്പം ആ തലയിൽ വെച്ചിട്ടുള്ള അതൊക്കെ നമ്മൾ സ്ലൈഡ് വെച്ച് കുത്തി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടില്ലെങ്കിൽ സ്കൂൾ എത്തിയിട്ടല്ലല്ലോ മേക്കപ്പ്, ഇവിടുന്ന് ചെയ്തിട്ട് വിടാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി ബസ്സിൽ നിന്ന് ഉറങ്ങിയേന്നേക്കൊക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം സ്ലൈഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവൾ നല്ല കുട്ടിയായിട്ടിരുന്ന് തരും കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കാതെ വികൃതി കളിച്ചുകൊണ്ടിരിക്കും. മേക്കപ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഞാൻ അറബിക് കേരളയിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോലെ. ഇപ്പം മോളെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഗൈസ്? ഇപ്പം എങ്ങനെയുണ്ട് മോളെ? പിന്നെ ഇവമോള് ലിപ്സ്റ്റിക്ക് ഇടണം പറഞ്ഞ് കരച്ചിലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്ത്. അത് ഞാൻ മറന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ചെയ്യാതിരുന്നതായിരുന്നു. പക്ഷേ പിന്നെ അവൾക്കത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസമല്ലേ, ഡെയിലി ഒന്നും ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത്. പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകണമായിരുന്നു. അറബിക് സ്നാക്സാണ് വേണ്ടത്. ഒന്ന് ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സാധാ ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്സും കൊടുത്ത്. പിന്നെ നമ്മൾ അറബിക് സ്നാക്സ് വാങ്ങുകയാണ് ചെയ്തത് ഷോപ്പിൽ പോയിട്ട്. രാവിലെ അതും കൂടെ കുക്ക് ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ട് തന്നെ അറബിക് സ്നാക്സും വാങ്ങി സ്കൂളിലേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അപ്പം എല്ലാം സെറ്റായി ഇവമോൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ബസ് വന്നിട്ട് മിസ് കോൾ വന്നിട്ടുണ്ട്. ബസ് വന്നാൽ നമുക്ക് മിസ് അടിക്കും കേട്ടോ. അങ്ങനെ ബസ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവമോൾ ബസ്സിലേക്ക് കയറി. പിന്നെ ഇനി അവൾ സ്കൂളിൽ നിന്നുള്ള വീഡിയോസൊക്കെ ടീച്ചർ അയച്ച് തന്നിട്ടുള്ളതാണ്. അത് ഞാൻ കൂടുതലും ഒന്നും ഇട്ടില്ല, കുറച്ച് ഇട്ടുള്ളൂ. കാരണം ഇതിൽ സോങ് വരുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് വരും. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഡാൻസിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഇതിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റില്ല. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഇവമോൾ റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പം അത്രയ്ക്കായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.